ബ്രസ്റ്റ് ക്യാൻസർ നമ്മളൊന്ന് കേൾക്കണ്ടല്ലോ, ഒരുപാട് വീടുകളിൽ ബ്രസ്റ്റ് ക്യാൻസർ. ഞാൻ എൻ്റെ ഇടവകയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു ഇടവക പള്ളിയിലെ വികാരീച്ചനെ എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഇവിടെ അടുപ്പിച്ച് 3 വീടുകളിൽ, മീൻസ് ആ ഇടവകയുടെ തന്നെ പല ഭാഗത്തുള്ള 3 വീടുകളിൽ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് അവരൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഒരു ഹെൽത്ത് ടോക്ക് കൃത്യമായിട്ട് കൊടുക്കണം, ആൾക്കാർക്ക് നല്ലൊരു ധാരണ കൊടുക്കണം, എങ്ങനെയാണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റുക എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട്. എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ആൾക്കാർ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കുടിക്കണോണ്ടാണോ, അലുമിനിയം കലത്തിൽ വെള്ളം വെക്കണോണ്ടാണോ, ഇതൊക്കെ ഒന്ന് ഡോക്ടർ ശരിക്കും പറഞ്ഞു കൊടുക്കണം. ബ്രസ്റ്റ് ക്യാൻസറിന്റെ കണക്ഷൻ ഇത് തന്നെയാണ്. ഓരോ കുഞ്ഞിനെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുമ്പോഴും ദ ഇൻസിഡൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ കംസ് ഡൗൺ ബൈ 10%. ആവറേജ് ഇൻസിഡൻസ്, ലൈഫ് ടൈം ഇൻസിഡൻസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ കേരളത്തിലനുസരിച്ചിട്ട് 10 മുതൽ 12% ഉണ്ട്. 5 മക്കളെ പ്രസവിച്ചാൽ അത് 50% കുറയും, 5% കുറയും. ഒരു കുട്ടീനെ മാത്രം പ്രസവിച്ച് ഉള്ള പിള്ളേരെ നന്നായിട്ട് നോക്കിയാൽ മതി. ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ ജനസംഖ്യാ നിയന്ത്രണക്കാർ പറയണതിനനുസരിച്ച് അവർ പറഞ്ഞു തുടങ്ങിയത് നാം 2 നമുക്ക് 3 എന്നായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നാം 2 നമുക്ക് 2. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നാം 1 നമുക്ക് 1. ഇപ്പൊ കുറെ സ്ത്രീകൾ ചിന്തിക്കുന്നുണ്ട് നാം 1 നമുക്ക് എന്തിന്, കുട്ടി വേണ്ട പട്ടി മതി എന്ന് വിചാരിച്ച് പട്ടീനെയും പൂച്ചേനെയും വളർത്തുന്ന കുറെ മനുഷ്യര് നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. ഞാൻ 26-28 വയസ്സുള്ള പെൺകുട്ടികളോട് ചോദിക്കുമ്പോൾ ചിലർ എന്തിനാ ഡോക്ടറെ, എനിക്ക് 10-35,000 രൂപ ശമ്പളം ഉണ്ട്, പിന്നെ എന്തിനാ കല്യാണം കഴിക്കണേ? അങ്ങനെ പട്ടീനെ നോക്കി വളർത്തി ജീവിക്കണ കുറെ മനുഷ്യര്. അവർക്ക് മണ്ടത്തരം പറ്റിയെന്ന് മനസ്സിലാവുന്നത് എപ്പോഴാണെന്നറിയോ? പട്ടി ചത്തുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ. പട്ടിയുടെ ആയുസ് 15 കൊല്ലല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ പട്ടി ചത്തുപോയപ്പോഴാണ് മനസ്സിലായത് വയസ്സാവുമ്പോൾ അവരെ നോക്കാനായിട്ട് പട്ടി പോലും ഉണ്ടാവില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന മനുഷ്യർ തിരിച്ചറിയുന്നില്ല, ഒരു കുഞ്ഞിനെ കൂടി പ്രസവിച്ച് മുലയൂട്ടി വളർത്തുമ്പോൾ അവരുടെ ആരോഗ്യത്തിന് അത് പ്രൊട്ടക്ഷനാണ്. 5 മക്കളെ പ്രസവിക്കുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഇൻസിഡൻസ് റിലേറ്റീവ് റിസ്ക് ഈസ് റെഡ്യൂസ്ഡ് ബൈ 50%. ദ ഇൻസിഡൻസ് ഓഫ് ഒവേറിയൻ ക്യാൻസർ, അണ്ടാശയത്തിലെ ക്യാൻസർ വരാനായിട്ടുള്ള ചാൻസ് ഓരോ കുഞ്ഞിനെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുമ്പോഴും 30% വെച്ച് കുറയും. ഗർഭപാത്രത്തിൽ ക്യാൻസർ വരാനായിട്ടുള്ള ചാൻസ് 4 അതിൽ കൂടുതലോ മക്കളുള്ളവർക്ക് 80% കുറവാണ്. 80% റിസ്ക് റിഡക്ഷൻ വിത്ത് 4 or more കിഡ്സ്. ഇതാണ് യാഥാർത്ഥ്യം. ഓരോ കുഞ്ഞിനെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുമ്പോഴും ദ ഹെൽത്ത് ഓഫ് എ ലേഡി ബിക്കംസ് ബെറ്റർ. ഒരു ഭാഗം കൂടി നമ്മൾ തിരിച്ചറിയണം. പ്രസവവും കുഞ്ഞുങ്ങളെ വളർത്തലൊക്കെ ചെയ്യണ സമയത്ത്, മുലയൂട്ടി വളർത്തുന്ന സമയത്ത് അമ്മയുടെ ശരീരത്തിൽ നിന്ന് 1 ലിറ്ററോളം പാലാണ് കുഞ്ഞിന് കിട്ടണത്. നമ്മൾ പറയും ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുത്താൽ മതി എന്ന് പറയും. 6 മാസം കഴിയുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ നല്ല 6 കിലോ 7 കിലോ തൂക്കമുള്ള തക്കുടുമുണ്ടന്മാരും തക്കുടുമുണ്ടത്തിമാരൊക്കെ ആയിട്ട് വരും. അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് ഈ പോഷകങ്ങൾ മുഴുവൻ കുഞ്ഞിൻ്റെ ശരീരത്തേക്ക് പോണത്. അപ്പോൾ ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക, അമ്മമാർ പ്രത്യേകം തിരിച്ചറിയുക, സ്ത്രീകൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ശരീരത്തേക്ക് വേണ്ട പോഷകങ്ങൾ നിങ്ങൾ കഴിക്കണം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പ്രസവിക്കുന്ന സ്ത്രീകളോട് ഞാൻ പ്രത്യേകം പറയാറുണ്ട്, മുലയൂട്ടുന്ന അമ്മമാർ നിർബന്ധമായിട്ടും 1/2 ലിറ്ററെങ്കിലും പാല് കുടിക്കണം. കാൽഷ്യം ഗുളിക മിനിമം 6 മാസം വരെ കഴിക്കണം. എൻ്റെ വൈഫൊന്നും കാൽഷ്യം ഗുളിക നിർത്താറേ ഇല്ല. കാരണം ഫീഡിങ് എത്ര കാലം ഉണ്ടോ അത്രേ കാലം കാൽഷ്യം ഗുളിക കഴിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി. പലപ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ അടുത്ത് കൺസീവ് ചെയ്യും. അപ്പോൾ കാൽഷ്യം ഗുളിക അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പം എൻ്റെ ഭാര്യ ചിലപ്പോൾ പറയും, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം മൂത്ത കുഞ്ഞിനെ കൺസീവ് ചെയ്തതിന് ശേഷം ഇതുവരെ കാൽഷ്യം ഗുളിക കഴിക്കൽ നിർത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേന്ന് പറയും എൻ്റെ ഭാര്യ. അപ്പോൾ കാൽഷ്യം കഴിച്ചു കഴിഞ്ഞാലാണ് എല്ലിനൊക്കെ നല്ല ബലം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നടുവേദനയും മുട്ടുവേദനയായിട്ട് ഭർത്താവ് ഇരുന്ന് രാത്രി കാല് തിരുമ്മി കൊടുക്കേണ്ടി വരും. അതൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതൊക്കെ എത്ര കാൽഷ്യം കഴിച്ചാലും പാല് കുടിച്ചാലും നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് തിരിച്ചറിയണം, നമ്മുടെ ഭാര്യമാരുടെ ആരോഗ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ 1/2 ലിറ്റർ പാല് അമ്മമാർക്ക് മാത്രം, കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വേറെ വാങ്ങിക്കോ, കുഴപ്പമില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ നേച്ചർ എന്ന് വെച്ചാൽ അവർ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അവർ കുടിക്കുള്ളൂ. ചില വീടുകളിൽ ചോദിക്കുമ്പോൾ പറയാം ഞങ്ങൾ ആ 1/2 ലിറ്റർ പാല് വാങ്ങണമല്ലോ ഡോക്ടറെ. ഇപ്പോൾ 1/2 ലിറ്റർ പാല് മാത്രം വാങ്ങിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് കുടിക്കാനായിട്ടൊന്നും ബാക്കി കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഭർത്താക്കന്മാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ ഭാര്യമാരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക, ആംവയുടെ പ്രോട്ടീൻ പൊടി കൊടുത്ത് 2000 രൂപയുടെ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. 1/2 ലിറ്റർ പാല് 30 രൂപ കൊടുത്താൽ കിട്ടും. 1/2 ലിറ്റർ പാലിൻ്റെ ഒരു കവർ കിട്ടാനായിട്ട് 30 രൂപ കൊടുത്താൽ മതി. അത് കൊടുത്ത് സാധിക്കുന്നവരെല്ലാം നിങ്ങളുടെ ഭാര്യമാരുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ പാൽ എല്ലാ ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് ബ്യൂട്ടിഫുൾ. കാരണം പാലിക്കൂടെ എന്ത് കിട്ടും? പ്രോട്ടീനും കിട്ടും, കാൽഷ്യം കിട്ടും, ഒരുമിച്ച് കിട്ടും എല്ലിന് ബലം കിട്ടാനായിട്ട്. അതുപോലെ മാംസാഹാരങ്ങളും പയർവർഗ്ഗങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവും. പണ്ടത്തെ അമ്മമാർക്ക് രക്ഷ ചെയ്തിരുന്ന കാരണമാണ് ഇത്, ആട്ടുംകുട്ടീനെ തിന്ന കാരണമാണ് അവർക്കൊക്കെ എല്ലിന് ബലമുള്ളത് എന്ന് മാത്രം നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് അതുപോലത്തെ നല്ല പച്ചമരുന്നുകൾ കിട്ടാനില്ല, ആട്ടുംകുട്ടീനെ കിട്ടാനില്ല. ആട്ടുംപ്രാത്ത് തിന്നിട്ട് ഇനി വെയിറ്റ് കൂടണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
ഞാൻ പറയും ആട്ടുംകുട്ടീനെ തിന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്രധാനപ്പെട്ട കാര്യം പോഷകങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നോക്കുക. പാലും മുട്ടയും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നമുക്കൊരു പരിധിവരെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പ്രോട്ടീനും കാൽഷ്യമൊക്കെ നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. പിന്നത്തെ ഒരു ചോദ്യം ചിലർ ചോദിക്കാറുള്ളത് ഇതാണ്: ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ഇനി 3 കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത പ്രഗ്നൻസി മതി എന്ന് ഹെൽത്തിന്ന് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ എത്ര ഗ്യാപ്പ് യഥാർത്ഥത്തിൽ വേണം എന്നൊക്കെ ചിലർ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുള്ളത് ഇത്രയേ ഉള്ളൂ: എത്ര ഗ്യാപ്പ് വേണമെന്ന് നമുക്ക് അങ്ങനെ സ്ട്രിക്റ്റായിട്ട് തീരുമാനിക്കാനൊന്നും പറ്റില്ല. കുറേയൊക്കെ തമ്പുരാൻ്റെ കയ്യിലേക്ക് വിടുക. നമ്മളുടെ കുടുംബത്തിൻ്റെ സാഹചര്യവും സാധ്യതകളും അനുസരിച്ച് ഇറ്റ് ഈസ് അപ് ടു ദ ഡിസിഷൻ ഓഫ് ദ ലോർഡ്. ദൈവം ദൈവം എടുക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു സ്പേസിങ് ഒക്കെ വേണമെങ്കിൽ നമുക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്ട്രിക്റ്റായിട്ട് സ്പേസിങ് എടുത്തിട്ടുള്ള ഒരേ ഒരു സമയം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ 2ാമത്തെ ഡെലിവറിക്ക് ശേഷം 3ാമത്തെ പ്രഗ്നൻസി ആക്ച്വലി മിസ്കാരേജ് ആയിരുന്നു. ആ മിസ്കാരേജ് തന്നെ കുറച്ചുകൂടിയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റിയിൽ പെട്ട മുന്തിരിക്കൊല ഗർഭം എന്ന് പറയുന്ന ഒരു കണ്ടീഷനും അതിൻ്റെ തന്നെ കോംപ്ലിക്കേറ്റഡ് വെറൈറ്റി ആയിട്ടുള്ള പെർസിസ്റ്റന്റ് ട്രോഫോബ്ലാസ്റ്റിക് ഡിസീസ് എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കീമോതെറാപ്പി എടുക്കേണ്ടി വന്നു, 2 കോഴ്സ്. അപ്പോൾ ഈ 2 കോഴ്സ് കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രൊഫസറായിട്ടുള്ള മാഡം ഞങ്ങളോട് പറഞ്ഞു, ഇനി അടുത്ത 6 മാസത്തേക്ക് ട്രൈ ചെയ്യാനായിട്ട് പാടില്ല, പ്രഗ്നൻസി ഒഴിവാക്കണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഒരു സ്ട്രിക്റ്റ് സ്പേസിങ് ഓഫ് 6 months ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളൂ. വേറെ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് ഇനി 3 കൊല്ലം കഴിഞ്ഞിട്ട് മതി അടുത്ത പ്രഗ്നൻസി. കാരണം എൻ്റെ ഒരു പിള്ളേർ തമ്മിലും 3 വയസ്സിൻ്റെ ഗ്യാപ്പില്ല. എന്നിട്ടും പിള്ളേർക്ക് കുറുമ്പിനൊന്നും ഒരു കുറവുമില്ല. ഒക്കെ ഒപ്പത്തിനൊപ്പം ഒരാളുടെ പിന്നാലെ അടുത്ത ആൾ ഓടി ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ഇവർ പറയുന്ന ഈ 3 കൊല്ലത്തെ സ്പേസിങ്ങിനൊന്നും ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ആദ്യത്തെ സിസേറിയൻ കഴിഞ്ഞാൽ 2ാമത്തെ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യണമെങ്കിൽ മിനിമം ഇന്റർ ഡെലിവറി ഇന്റർവെൽ ഈസ് 1.5 years, 1.5 വർഷം. ഇന്റർ ഡെലിവറി ഇന്റർവെൽ, ഡെലിവറി ടു ഡെലിവറി ഇന്റർവെൽ ആണ് നമ്മൾ ഈ പറഞ്ഞ 1.5 വർഷം. അതിൽ കൂടുതലൊന്നും ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ വായിച്ചിട്ടില്ല. യൂട്രസിൻ്റെ മുറിവ് ഉണങ്ങാനും വയറിൻ്റെ ഭിത്തി ഒന്ന് ഉണങ്ങി വരാനായിട്ടും എടുക്കുന്ന സമയം 1.5 വർഷം എന്നൊരു കണക്കുണ്ട്. ഇതിൽ കൂടുതൽ പ്രത്യേകിച്ച് കണക്കുകളൊന്നും നമ്മൾ ഗൈനക്കോളജി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ വലിയ ഗ്യാപ്പ് എടുക്കണേലൊന്നും വലിയ കാര്യമില്ല. ബൈബിളിൽ പറയുന്നത് എന്താണ് നമ്മൾ നോക്കുക: യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്, അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്, അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ.